ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്ന് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണിത്. ഇതിൽ നിന്ന് കുറച്ച് മിക്സിയിലേക്ക് ചേർത്ത ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും അല്പം മാത്രം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യത്തെ ബാച്ച് ഞാൻ അരച്ചിരുന്നത് വീട്ടിലെടുക്കാൻ കഴിഞ്ഞില്ല. അരച്ച ശേഷം ഇതുപോലെ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി മാവിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ പീസ് സവോളയും 2 പച്ചമുളക് പീസസ് ആക്കിയതും കുറച്ച് കറിവേപ്പില മുറിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഒരു 2 മിനിറ്റോളം ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കൈ നന്നായിട്ട് നനക്കുക. ശേഷം കുറച്ച് മാവ് കയ്യിലേക്ക് എടുത്തിട്ട് തള്ളവിരലുകൊണ്ട് അതിൽ മിഡിലിൽ ഒരു ഹോളിട്ടതിന് ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് പതിയെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിരിച്ചും മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഭയങ്കര ഈസിയാണ്. നല്ല പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവട നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മാവ് വെജിറ്റബിൾസ് ഒന്നും ഇടാതെ ഒരു 8 മണിക്കൂർ വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്